ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാരെ നീ വിളിക്കുന്നേ? നവീനോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാര്യം പറയാന്ന് വിചാരിച്ചിട്ടാ. കേൾക്കുമ്പോ ഒന്ന് സന്തോഷാവല്ലോ. നാഗദൈവങ്ങളുടെ മുന്നിലേക്ക് പോകുന്നതാണല്ലോ കളരിക്കൽ വീട്ടുകാരുടെ ഏറ്റവും വലിയ സന്തോഷം. അങ്ങനൊന്നും പറയണ്ട. മനസ്സർപ്പിച്ച് ഒരു വഴിപാട് ചെയ്യാനായിട്ട് പോവല്ലേ. എൻഗേജ് എൻഗേജ് എൻഗേജ്. എത്ര തവണ ഞാൻ വിളിക്കാ? ഒന്ന് തിരിച്ചു വിളിച്ചൂടെ? ചിലപ്പോ ബിസിനസിന്റെ വല്ലോ വീഡിയോ കോൺഫറൻസോ മറ്റോ ആയിരിക്കും. ഒരു കോൺഫറൻസും ഇല്ല. അവളെ വിളിച്ചോണ്ടിരിക്കായിരിക്കും ആ കൃഷ്ണെ. ഗാതമ്മയുടെ എന്തേ പറയുന്നേ? അങ്ങനെ രണ്ടുപേരുണ്ടെന്ന് നവീൻ അറിയോ? നവീന്റെ മനസ്സിൽ എന്താണെന്ന് സിനിച്ചേച്ചിക്ക് അറിയോ? അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. എന്താ മോളെ ഇത്? നവീൻ അവൻ ഇഷ്ടമുള്ളപ്പോ വിളിക്കട്ടെ. അതുവരെ ഒന്ന് അടങ്ങിയിരിക്കും. നവീനല്ലേ? ആ ഹലോ. ഹലോ ഗാഥ. ആരോടാ ഇത്രയും നേരം സംസാരിച്ചോണ്ടിരുന്നേ? അവളോടാണോ? ആരോട്? ആരെത്താൻ അവളെന്ന് ഉദ്ദേശിച്ചേ? പിന്നെ ഇത്രയും നേരം കോള് തിരിച്ചു വിളിക്കാതിരിക്കുമ്പോ ദേഷ്യം വരില്ലേ? ദേഷ്യം വന്ന വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയോ? അല്ല, ഇങ്ങനൊരു സ്വഭാവം തനിക്കുണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ എന്താ സംശയം കൂടി തുടങ്ങിയ? എങ്കിൽ ബെസ്റ്റ് ആയിരിക്കും. കള്ളു കുടിച്ച കുരങ്ങനെ തേള് കുത്തിന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ ഉണ്ടാവും. എന്നെ കുറിച്ച് കുറ്റം പറയാൻ തുടങ്ങുമ്പോ ഉദാഹരണത്തിന് ഒരു പഞ്ഞും ഉണ്ടാവില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. മോൾ കഥ പ്ലീസ്. എനിക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. ദയവീത് എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഞാൻ കട്ട് ചെയ്തേക്കാം. ഒരു ചേഞ്ചും ഇല്ല. ഏതു നേരം ഇപ്പൊ ഇങ്ങനെ തന്നെയാ. നവീൻ വിളിക്കുമ്പോ ഇങ്ങനെ പെരുമാറാനാണോ ഞാൻ പറഞ്ഞത്? സോറി. ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളെ ഒരു വാക്കുകൊണ്ട് പോലും നോവിച്ച ചിലപ്പോ കുറെ വർഷം കഴിഞ്ഞാ പോലും ആ വാക്കിന്റെ മൂർച്ച ഒരിക്കലും കുറയില്ല. ഉള്ളിൽ മുഴുവനും കൃഷ്ണനോടുള്ള സംശയം. അതും വെച്ചിങ്ങനെ എങ്ങനെയാ മുന്നോട്ട് പോവാ? സ്വന്തം മനസ്സ് ശുദ്ധമാവാതെ ഇനി ഏത് ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും നോക്ക്. ഇപ്പൊ നമ്മൾ പോകുന്നത് അവസാന ആശ്രയം എന്ന് കരുതുന്ന ഒരു സ്ഥലത്തേക്കാ. അതിലെങ്കിലും ഒന്നും മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. സോറി മമ്മി. ഇനി ഞാൻ ശ്രമിച്ചോളാം. ഐ എം റിയലി സോറി.